നമസ്കാരം. മാൾട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാൾട്ടയിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സുതാര്യതയും അഴിമതി രഹിത ഭരണവും ഉറപ്പുവരുന്നതിനായി പുതിയ ചട്ടങ്ങൾ നിലവിൽ വന്നതിനുള്ള ഏറെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പങ്കുവയ്ക്കുന്നു. നിയമോപദേശക സമിതിയായ സ്റ്റേറ്റ് അഡ്വക്കേറ്റ് ഓഫീസിലെ ജീവനക്കാർ ഇനി മുതൽ പുറത്തു നിന്നുള്ള വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ യാതൊരുവിധ ഉപഹാരങ്ങളും സ്വീകരിക്കുവാൻ പാടില്ലെന്നാണ് പുതുക്കിയ പെരുമാറ്റച്ചട്ടം വ്യക്തമാക്കുന്നത്. ഭരണനിർവഹണത്തിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ജസ്റ്റിസ് മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടുകൂടി സ്റ്റേറ്റ് അഡ്വക്കേറ്റ് ഓഫീസ് തങ്ങളുടെ പെരുമാറ്റച്ചട്ടങ്ങൾ പരിഷ്കരിച്ച പുതിയ നിയമപ്രകാരം ഓഫീസിലെ അഭിഭാഷകർ ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരും മൂന്നാം കക്ഷികളിൽ നിന്ന് സമ്മാനങ്ങളോ അതുപോലെ തന്നെ വ്യക്തിപരമായ ആനുകൂല്യങ്ങളോ കൈപ്പറ്റുന്നത് പൂർണ്ണമായും വിലക്കിയിരിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരത്തിൽ ലഭിക്കുന്ന ഔദ്യോഗിക സമ്മാനങ്ങൾ കൃത്യമായി പ്രഖ്യാപിക്കുകയും അവ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുകയും വേണമെന്നും ഇതിൽ പറയുന്നു. സമ്മാനങ്ങൾക്ക് പൂർണ്ണ വിലക്ക്, വ്യക്തിപരമായോ സ്വാധീനിക്കാൻ ഇടയുള്ള രീതിയിലോ ഉള്ള സമ്മാനങ്ങൾ സ്വീകരിക്കരുതെന്നും ഇതിൽ പറയുന്നു. സുതാര്യത ഉറപ്പാക്കുവാൻ ലഭിക്കുന്ന ചെറിയ ഔദ്യോഗിക ഉപഹാരങ്ങൾ പോലും നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യണമെന്നും പറയുന്നു. അധികാര ദുർവിനിയോഗങ്ങൾ തടയൽ, ഔദ്യോഗിക പദവികൾ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാൻ പാടില്ലെന്നും പറയുന്നുണ്ട്. നിയമത്തിന്റെ നിഷ്പക്ഷതയും പൊതുജനങ്ങൾക്ക് സർക്കാർ സംവിധാനങ്ങളിലുള്ള വിശ്വാസ്യതയും നിലനിർത്തുവാനും ഈ പുതിയ പരിഷ്കാരം അത്യന്താപേക്ഷിതമാണെന്നാണ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. മുൻപുണ്ടായിരുന്ന ചട്ടങ്ങൾ കൂടുതൽ കർശനമാക്കിക്കൊണ്ടാണ് ഈ പുതിയ ഭേദഗതി പുറത്തിറക്കിയിരുന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും മാൾട്ടയിലെ നിയമ സംവിധാനങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന ഒന്നാണ് ഈ പുതിയ പെരുമാറ്റച്ചട്ടം എന്ന രീതിയിൽ സംശയമില്ല. എന്തായാലും കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.